ഇത് പുലാമന്തോളിലെ മസ്ജിദ് അൽ ഫത്തഹ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പള്ളി പുലാമന്തോളിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് ഏറ്റവും വാല്യുബിളായ സ്ഥലം പർച്ചേസ് ചെയ്ത് ഈ പള്ളിക്ക് പൂർണ്ണമായിട്ടും സ്പോൺസർ ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹത്തിനോടുള്ള കടപ്പാട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ബർക്കത്തുണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു രൂപ പോലും പുറത്തുനിന്ന് ഒരാളുടെ നിന്നും വാങ്ങാതെ അദ്ദേഹം ആ നാട്ടുകാർക്കും വേണ്ടി നിർമ്മിച്ച് നൽകിയ ഒരു പള്ളി. അപ്പോൾ ഏതായാലും ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് നല്ല ഡിസൈനാണ്, കേരളത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഷാൻലിയർ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കലിഗ്രാഫി ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ദിവസം എടുത്ത് ചെയ്യിപ്പിച്ചതാണ് കലിഗ്രാഫി. ഇതിൻ്റെ ആർക്കിടെക്റ്റ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദർസും ഇവിടെ ഉണ്ട്. അവിടുത്തെ സ്റ്റുഡൻസൊക്കെ ഭൗതിക വിദ്യാഭ്യാസവും മറ്റ് രണ്ട് വിദ്യാഭ്യാസത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല കഴിവുള്ള കുട്ടികളാണ്. കറണ്ട് അഫയേഴ്സിലും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറിലൊക്കെ ഇവരുടെ ആർട്ടിക്കിളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഖുർആൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടികളും ഇവിടെ ഉണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ പള്ളിയുടെ വർക്ക് തീർത്ത്. അപ്പോൾ നമുക്ക് ഈ മസ്ജിദിൻ്റെ വിശേഷം ഷാവുൽ ഉമർഭായ് പുലാമന്തോളാണല്ലേ നമ്മൾ മസ്ജിദ് അൽ ഫത്തഹ്. അൽ ഫത്തഹ് ഗ്രൂപ്പ് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ അല്ലേ? വെരി യുണീക്ക് മസ്ജിദ് ആണ് ശരിക്കും. ആണ് ഇൻ ടേംസ് ഓഫ് ആർക്കിടെക്ചർ, ഡിസൈൻ, യൂട്ടിലിറ്റി ബേസ് ആൻഡ് യുനോ ദ വിഷൻ ഓഫ് ദി മോസ്ക് എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടർ ഇതിന് കണ്ടെത്തിയിട്ടുള്ള ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള താഹിറുദ്ദീൻ കബീർ എന്ന് പറയുന്ന ചെന്നൈയിലുള്ള ഒരു ആർക്കിടെക്റ്റാണ്. ഇതിന്റെ ഫൗണ്ടറുടെ ഒരു പ്രത്യേകത, ഇത് നിർമ്മിച്ച ആള് അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസർ എന്നൊക്കെ പറയാം, ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു വലിയ മനുഷ്യ സ്നേഹി കൂടിയാണ് അദ്ദേഹം. ഒരുപാട് രാജ്യങ്ങൾ, 40ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 40-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ പല രീതിയിലും വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല, അതിന് വേണ്ട എന്നുള്ള രീതിയിൽ മാറി നിൽക്കുക. ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല എന്തിനാണ് ഇത് ഭയങ്കര അവിടുന്ന് എഴുതി തുർക്കിന്ന് ഇത് കലിഗ്രാഫി ചെയ്യിച്ച് ഇവിടെ ഈജിപ്തിൽ നിന്ന് കലിഗ്രാഫറെ കൊണ്ട് ചെയ്യിച്ച് പിന്നെ ഇവിടുന്ന് സ്പെഷ്യലായിട്ട് ആളുകളെ എക്സ്പേർട്സിനെ വെച്ചിട്ടാണ് ഇത് കൊത്തിയെടുത്തത്. ഞാൻ കരുതുന്നത് സാധാരണത്തിൽ നമ്മളിവിടുത്തെ ഈ CNC കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷെ ഇത് ഭയങ്കര പെർഫെക്ഷനോട് കൂടി ഈ സാധനം വന്നപ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതില് സംഗതി എന്താണോ, സത്യം പറയല്ലോ, ഇതില് പുറത്തുനിന്ന് കണ്ടപ്പോ ഇത്ര ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണില്ല. പുറത്തുനിന്ന് അതിന്റെ സ്റ്റൈല് വേറെ സ്റ്റൈൽ ഉണ്ടെങ്കിലും ഇത് സത്യത്തിൽ അകത്ത് വന്നപ്പോ വേറെ. പിന്നെ ഇത് ഉമർ സാഹിബിന്റെ മകനാണ്, എവിടെ കാനഡയിലല്ല, പേര് മുഹമ്മദ് സിനാൻ. അവിടെ എന്താ പഠിക്കണത്? അവിടെ സോഷ്യൽ വർക്കാണ്. സന്തോഷം. ആ കാലിഗ്രാഫി ചെയ്ത ആൾ കെടുന്നിട്ടാണ് കാലിഗ്രാഫി ചെയ്തത്. പക്ഷെ കെടുന്നിട്ട് ചെയ്തിട്ട് അതിന്റെ പെർഫെക്ഷൻ ആണ്. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? അനീഫാക്ക് എന്താ ഭക്ഷണം? ഇന്ന് മീൻ ഉണ്ടല്ലേ? മീൻ പൊരിച്ചത്, നമ്മൾ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം ആക്കണം. നേരല്ലേ? നല്ല ശേരി മീനൊക്കെ നിർദ്ദേശം ഉണ്ടല്ലേ? നല്ല ഭക്ഷണം കൊടുക്കണം. നല്ല നിർദ്ദേശം, നല്ല ഭക്ഷണം, നല്ല ഹൈ സാധനങ്ങൾ പഠിക്കുള്ളൂ. സാധനങ്ങളൊന്നും പഠിക്കൂല. മാർക്കറ്റിൽ പോയി ഞാൻ തന്നെ പോയി മീൻ സെർച്ച് ചെയ്യാം, കൊണ്ടുവരണം ഞാൻ സമ്മതിക്കില്ല. സ്ട്രിക്റ്റ് ഓർഡറാണ്. പേരെന്തായിരുന്നു? ഓക്കെ, സന്തോഷം. എന്താ ഹാപ്പിയാണ്? അൽഹംദുലില്ലാ, ഉഷാറായിട്ട് പോകണം. വന്നിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ആകെ ഒരു 5-6 മാസമായിട്ടുള്ളൂ. പക്ഷേ കുട്ടികൾക്ക് നല്ല റിസൾട്ടാണ് എല്ലാ കാര്യങ്ങളിലും. ഓരോ സ്കൂളിലുള്ള പഠനമാണെങ്കിലും മറ്റുള്ള സാധാരണ വരുന്ന ഡേ സ്കൂളിനൊക്കെ അപേക്ഷിച്ച് ഇവരെ മാർക്കിലും എല്ലാ കാര്യങ്ങളിലും ലാംഗ്വേജിലും ഒക്കെ അവർക്ക് നല്ല പുരോഗതി ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഇവിടെ ഉള്ള മുഖ്യധാര പത്രങ്ങളായ മനോരമയിലും അതുപോലെ തന്നെ സിറാജിലൊക്കെ ഇവർ പ്രതികരണങ്ങൾ എഴുതി തുടങ്ങി. കൊച്ചു ലേഖനങ്ങൾ എഴുതി തുടങ്ങി. ഏകദേശം 7ഓളം പേരെ ലേഖനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. വലിയൊരു ഈ ഒരു കുറഞ്ഞ സമയത്തുള്ള ഏറ്റവും നല്ലൊരു റിസൾട്ടായിട്ട് ഇപ്പം പറയാനുള്ളത് അതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് അത് ഓരോന്നും ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വൺമാൻ ഷോ ആണ് ശരിക്കും ഇതില്. വലിയ മഹല്ലുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ പള്ളിയിൽ ഞാൻ കണ്ട മറ്റൊരു ഹൈലൈറ്റ്, ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇതിനൊരു സെപ്പറേറ്റ് ഹാള് തന്നെയുണ്ട്. അവിടെ മയ്യത്ത് പരിപാലനം, മയ്യത്ത് കുളിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിചയസമ്പന്നരായ ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ ഇതിന് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ അതിനുള്ള സൗകര്യം, പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാനും അതിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ ഇവിടെ സൗകര്യം ഉണ്ട് എന്നുള്ളതും, അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യമാണ്. ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക.